അങ്കമാലി മാങ്ങാക്കറിയുടെ റെസിപ്പി പിടിച്ചു. അതിന് വേണ്ടി ഒരു ചട്ടിയിലേക്ക് 120 ഗ്രാം ഒനിയൻ, 3 പച്ചമുളക്, സ്ലൈസായിട്ട് അരിഞ്ഞ ജിഞ്ചർ ഒരു 15 ഗ്രാം, പിന്നെ 2 തണ്ട് കറി ലീവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, കൊറിയാൻഡർ പൗഡർ 2 ടേബിൾ സ്പൂൺ, ടെർമറിക് പൗഡർ 1/2 ടീസ്പൂൺ, ടേസ്റ്റിന് വേണ്ടി സാൾട്ട്. അത് ആസ് പെർ യുവർ ടേസ്റ്റാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ക് ചേർക്കാം. പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിലും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 200 ഗ്രാമോളം മാങ്ങ എടുക്കുന്നുണ്ട്. മാങ്ങയുടെ തൊലി ചെത്തിക്കളഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലഷ് മാത്രമായിട്ട് എടുക്കാം. പിന്നെ ഒരു 2 കപ്പ് അളവിൽ 2-ാം പാൽ ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക. മാങ്ങ വെന്തതിന് ശേഷം മാത്രം 1-ാം പാൽ 1 കപ്പ് ചേർത്ത് കൊടുക്കുക. എടുത്തതിന് തിളയ്ക്കാൻ നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അതിനുശേഷം താളിച്ച് ചേർക്കാൻ വേണ്ടി നമ്മളൊരു പാനിലേക്ക് ഓയിൽ ഒഴിക്കുക. അതിനുശേഷം അതിനകത്തേക്ക് ചെറിയുള്ളി ചേർക്കുക. അത് മൂത്ത് വരുമ്പോൾ കുറച്ച് കരിവേപ്പില, പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ 2 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അങ്കമാലി മാങ്ങാക്കറി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഡയറ്റിലുള്ള ആരും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു പറ ചോറ് തിന്നും, അടിപൊളിയാണ്.